ഹായ് എവരി വൺ, വെൽക്കം ടു എൽ വേൾഡ്. അപ്പോൾ ഞാനിന്ന് എൻ്റെ ചാനൽ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഒരു ചായയും തുടങ്ങി കാച്ചു. അപ്പോൾ ഈ ചാനലിലേക്കാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫുഡ് പ്രിപ്പറേഷൻ, പിന്നെ കുറച്ച് വ്ളോഗ്സ്, അതായത് ട്രാവൽ വീഡിയോസ്, പിന്നെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സ്. വെറുതെ ഇരിക്കുമ്പോൾ ചുമ്മാ ഒരു ടൈം പാസ് അല്ലേ. ഞാനിപ്പം വെറുതെ ഇരിക്കുകയെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ബിസിയാണ്. ആ ബിസി ഷെഡ്യൂളിൽ കുറച്ച് സ്ട്രെസ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ ഒരു ചാനൽ അങ്ങ് തുടങ്ങി കാച്ചു. അപ്പോൾ എല്ലാവരും കട്ടൊക്കെ കൂടെ നിന്നേക്കണേ. അപ്പോൾ നമുക്ക് പോവാം, ഒരു ഇംഗ്ലീഷ് ചായ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ചായയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചായപ്പൊടി വേണം, പഞ്ചസാര വേണം, പാല് വേണം, പിന്നെ ഒരു വെസലിൽ കുറച്ച് വെള്ളം. കുറച്ചെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം. അപ്പോൾ ഗ്യാസ് ഓൺ ആക്കുന്നു, വെള്ളം തിളപ്പിക്കാൻ കഴിയുന്നു. ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ പാലും തിളപ്പിച്ചിട്ട് ചായപ്പൊടി ഇട്ട് മൂടി വയ്ക്കും. അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ചായ ഉണ്ടാക്കുന്നത്. പഞ്ചസാര സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ മറ്റേതും കൂടെ അറിയാണ്ട് ഓണായിപ്പോയി. സാധാരണ പഞ്ചസാര ഉണ്ടാക്കും ചിലരൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഈ ചായ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നതിനകത്തേക്ക് പഞ്ചസാരകൾ ഇട്ട് തിളപ്പിക്കുക. അങ്ങനെ ഇട്ടാൽ ചായയുടെ യഥാർത്ഥ രുചി പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ പാലും കൂടെ ഒഴിച്ചിട്ട്, ഇവിടുത്തെ പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അധികം തിളപ്പിക്കേണ്ട, ഓൾറെഡി പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക് ആയതുകൊണ്ടേ. അപ്പോൾ ജസ്റ്റ് തിളച്ച വെള്ളത്തിലോട്ട് പാലൊഴിക്കുന്നു, നമ്മുടെ തേയില ഇടുന്നു, പഞ്ചസാര ഇട്ട് ഇളക്കുന്നു. പഞ്ചസാര ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് വേണ്ട. അപ്പം ചായ തിളക്കട്ടെ, വെള്ളം തിളക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, സ്റ്റീമൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഈ പാലൊഴിക്കാൻ പോവാം കേട്ടോ. പാലൊഴിച്ചു. ഇനി ഞാനിത് ഒരു 2 ചായപ്പൊടി ഇട്ടിട്ട്, നമുക്ക് കടുപ്പം എന്തായാലും വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാനിപ്പോൾ 2 ഗ്ലാസ്സിന് 2 ടീ ബാഗാണ്. ടീ ബാഗ് ഇട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതിങ്ങനെ തീ ഓഫ് ചെയ്തു മൂടി വയ്ക്കും. അതിനകത്തിരുന്നത് എന്താ ചായയുടെ രുചിയെല്ലാം ഇറങ്ങി കഴിയുമ്പോൾ പഞ്ചസാര ഇട്ട് ഇളക്കിയാൽ ചായ റെഡിയാവും കേട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടുത്തുകാരെങ്ങനെ ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കെറ്റിൽ വെള്ളം തിളപ്പിച്ചിട്ട്, ഞങ്ങളൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അങ്ങനെ ചെയ്യുന്നത്, കെറ്റിൽ വെള്ളം തിളപ്പിക്കുന്നു, പാലൊഴിക്കുന്നു, ചായപ്പൊടി തിളപ്പിച്ച് വെള്ളത്തിലോട്ട് ചായപ്പൊടി ഇടുന്നു, പാലൊഴിക്കുന്നു. സോ സിമ്പിൾ, ചായ റെഡി. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കത് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ചായയുടേതായ രുചിയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കുക. പഞ്ചസാര ഇട്ടില്ല കേട്ടോ, ഞാൻ പഞ്ചസാര ഉപയോഗിക്കാറില്ലാത്തത് കൊണ്ട് പഞ്ചസാര ഇടുന്നില്ല. ശരിക്ക് സ്ക്വീസ് ചെയ്ത് ചായയുടെ സ്ട്രോങ് കടുപ്പം, എന്തൊരു സ്ട്രോങ് യൂസ് ചെയ്ത് അത്യാവശ്യം കടുപ്പത്തിൽ കിട്ടും നമുക്ക്. ബാക്ക്ഗ്രൗണ്ട് ബേബി മ്യൂസിക് ഉണ്ട്, എല്ലാവരും ജസ്റ്റ് ഇഗ്നോർ ചെയ്തോളാം. കുഞ്ഞാവ് അവിടെ കിടന്ന് കളിക്കുകയായിരുന്നു, അവനിപ്പോൾ നിലവിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കപ്പിലേക്ക് ഒഴിക്കുന്നു. നമ്മുടെ സ്വാദിഷ്ടമായ ചായ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.